പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട്, ജോലി, വിവാഹം, വെളിച്ചം, വഴികൾ, വെള്ളം, ഇങ്ങനെ ഒരു അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ. അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട്. ഞാൻ അന്നേ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിലിടരുത്. കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ കാലങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന കടലിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, കാർഷിക മേഖല തകർന്നവരുണ്ട്,
പല മേഖലയിലും മനുഷ്യനിങ്ങനെ എരിഞ്ഞ് പൊരിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയാണ്. അത് ആരും പറയാത്തത് കാരണം ഒത്തിരി മനുഷ്യൻ്റെ അഭിമാന ബോധങ്ങളൊക്കെ വളർന്നു പോയത് കാരണം ആരും അറിയിക്കാതെ നിശബ്ദമായി മനുഷ്യൻ ദുരന്തം അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അമ്മയെ പരിശുദ്ധമേ, ഓരോ വീട്ടിലും അമ്മ സഞ്ചരിക്കണമേ അമ്മേ, ഓരോ വീടുകളുടെയും വേദനകളെ എടുക്കണമേ അമ്മേ. കുഞ്ഞുങ്ങളെ പോയി രക്ഷപ്പെടാൻ നീന്തി കരകയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ കരകയറുമ്പോൾ മുങ്ങിപ്പോകുന്ന പോലെ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അവരുടെ സാമ്പത്തിക ദുരിതങ്ങൾ, അവർ സഹായിക്കാനായി ഇല്ലാത്ത അവസ്ഥകൾ, അവർ പോകുന്ന സ്ഥലങ്ങളിൽ അനുകൂലമല്ലാത്ത മറുപടികൾ, കർത്താവ് ഓരോ മേഖല എന്തെല്ലാം തരത്തിലാണ് അങ്ങയുടെ മക്കൾ. ഞങ്ങളുടെ ജീവിതം ഇനി തകർന്നു പോകുമോ, കപ്പൽ പാറയിൽ ഇടിച്ച് തകർന്ന പോലെ ഞങ്ങളുടെ ജീവിതം ഇല്ലാതെ വരുമോ എന്ന് ഓർത്ത് വേദനിക്കുന്നു. അവർക്ക് വിശ്വാസത്തിന് ധൈര്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയുടെ എരിവ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ മനസ്സ് എപ്പോഴും കൊതിക്കണേ എന്താ? ദൈവത്തിൻ്റെ സംരക്ഷണമാണ്, അല്ലേ? ഇപ്പം തന്നെ ചില ആൾക്കാർ പിള്ളേരോട് അമ്മ വിളിക്കും, വേഗം വന്ന് പ്രാർത്ഥിക്കുക, ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥന മുടക്കിയിട്ട് വേണം നാളെ വല്ല പട്ടിയാവലും കടിക്കാൻ. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംരക്ഷണം, പ്രാർത്ഥന ഒരു സംരക്ഷണം തരുമെന്നുള്ളൊരു ബോധമുണ്ട് നമുക്ക്. പക്ഷേ ഈ സംരക്ഷണത്തിന് വേറെ കുറേ നല്ല ഇത് ചട്ടപ്പടി പ്രാർത്ഥനാ രൂപങ്ങളല്ലാതെ തന്നെ അത് വേണം. അതങ്ങനെ ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന രീതിയിലാണ് ചില ആൾക്കാർ പ്രാർത്ഥിച്ച് കൂട്ടുന്നത്. കുഴപ്പമുണ്ട്, നമ്മളാക്കിന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുതെന്ന്, അങ്ങനെയല്ല. അതൊരു നല്ല നിലപാടല്ല, ആരോഗ്യപരമായ സമീപനമല്ല. ഇനി സംരക്ഷണം കിട്ടാനുള്ള മാർഗങ്ങൾ കുറേ ഉണ്ട്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, നമ്മളെപ്പോഴും ദൈവത്തോട് തന്ന എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പം ഞാനൊരു ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എനിക്കത് രുചി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനുമ്പോൾ ദൈവമേ, നാക്കില്ലാത്തവർ എന്തുമാത്രം ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നാക്കുള്ളത് തന്നെയല്ലേ, ഇല്ലെങ്കിൽ ഈ രുചി എങ്ങനെ അറിയും? അതെല്ലാം നന്ദി പറയേണ്ട ഒരു വിഷയങ്ങളാണ് ശരിക്കും. കഴിഞ്ഞ ദിവസം കൃപാസനത്തിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നേ. ഒരു മകൻ കംപ്ലീറ്റ് അന്ധനായ, അപ്പനും അന്ധനായ. പക്ഷെ അവർ സ്ക്രൈബിനെ വെച്ചൊക്കെ പഠിച്ചു, അവൻ ബിടെക് വരെ എത്തി. പക്ഷേ ബിടെക്കിന് അഡ്മിഷൻ കിട്ടത്തില്ല. സ്ക്രീൻ കാണാൻ പാടില്ലാത്തവർക്ക് എങ്ങനെയാണ് ബിടെക്കിന് അഡ്മിഷൻ കൊടുക്കുന്നത്? റിജക്റ്റ് ചെയ്ത് അവരിങ്ങനെ സങ്കടപ്പെട്ട് ഓഫീസ് വരാതെ നിൽക്കുകയാണ് കോളേജിൻ്റെ. അപ്പം അപ്പൻ എന്നാ ചെയ്യുന്നത്? അപ്പൻ അങ്ങേർക്ക് ഈ കണ്ണ് കാണാൻ പാടില്ലെങ്കിലും മനസ്സിൻ്റെ കണ്ണിലും മാതാവിനെ കാണുന്ന ആളാണ്. പുള്ളി ഉടനെ ഉടമ്പടി കാശുരമെടുത്ത് തിരുമി വിശ്വപ്രമാണം ചൊല്ലി. അപ്പോൾ ഉടനെ പെട്ടെന്നൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധവുമായിട്ട് ആരോ പുള്ളിയുടെ മുമ്പിൽ പാസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേഡിയുടെ സ്വരം അവിടെ കേട്ട് തിരിച്ചു വന്നപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നിങ്ങളുടെ അഡ്മിഷൻ എന്നും പറഞ്ഞ് ഒരു ചേച്ചി കൊണ്ടുവന്ന് ഈ കൊച്ചിൻ്റെ അഡ്മിഷൻ റെഡിയായി കൊടുത്തു. എന്നിട്ട് ആ മുല്ലപ്പൂ മണം കടന്നു പോകും. അപ്പോൾ ഇവർ പറയണത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ആരോ വിട്ട് കറക്റ്റ് ചെയ്തതാണത്. അപ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങൾ അമ്മ മനസ്സിലാക്കി. പിന്നെ മുല്ലപ്പൂ മണമെന്ന് പറയുമ്പോൾ മാതാവിൻ്റെ മണം എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അതുകൊണ്ട് ആ മണം കേട്ടപ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഓർത്തു എന്ന്. ഇപ്പോൾ എങ്ങനെയായാലും ഈ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയൊക്കെ നമ്മുടെ സങ്കല്പം നിൽക്കുന്ന ഒരു പ്രാർത്ഥനയില്ല. എനിക്കൊരിപ്പം തോന്നിയിട്ടുണ്ട്, ആൾക്കാരുടെ സാക്ഷ്യം കേൾക്കുമ്പോഴേ കാലം കാത്തിരുന്നൊരു പദ്ധതിയാണെന്ന്. അത്രയ്ക്ക് ടോപ്പ് എക്സ്പീരിയൻസാണ് ഇവർക്കൊക്കെ ആൾക്കാർ പറയണത്. ദൈവാനുഭവത്തിൻ്റെ പുതിയ ഞെട്ടിപ്പിക്കുന്ന തലങ്ങളിലേക്കാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ സംരക്ഷണം. അതായത് സംരക്ഷണത്തിന് ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. അതെങ്ങനെ മനസ്സിലാക്കുക? ദൈവത്തെ നമ്മളെ എല്ലാ ദിവസവും നീ ദൈവത്തെ നിനക്ക് ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റാൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താം, ഇല്ലേ? ഒരു അപകടം പിണയാൻ പോയി പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ മക്കളെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത്. കാര്യം അത് നമുക്ക് സംരക്ഷണം തരികയാണ്. അത് അറിയണമെങ്കിലേ റോമ 1:28 എടുത്തേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി
അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പം ഈ ദൈവത്തെ മഹത്വപ്പെടുത്തണത്, അംഗീകരിക്കണത്, എല്ലാ വിഷയങ്ങളും ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ എൻ്റെ കഴിവാണെന്ന് പറയരുത്. എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിപരമായ നീക്കമാണ്, എൻ്റെ തന്ത്രമാണ്, കുതന്ത്രമാണ്. അങ്ങനെ ഈ പൊട്ടൻ മനുഷ്യർ അങ്ങനെയൊക്കെ ഈ ക്രെഡിറ്റ് സ്വന്തമായിട്ട് അക്കൗണ്ട് ചെയ്യും. പക്ഷേ എന്താ പറ്റുന്ന, സംരക്ഷണം പോകും. നിങ്ങൾ വഴി, നിങ്ങൾക്ക് ജന്മവും ജീവിതവും തന്ന ദൈവം വഴി നിങ്ങൾ എന്ത് നേടിയാലും അത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ചിന്തിക്കുന്നവനാണ് വിശ്വാസി എന്ന് പറയണത്. അത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, അധമവികാരം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതി അംഗീകരിക്കാതിരുന്നാൽ എന്ത് പറ്റും, അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ഏൽപ്പിക്കപ്പെടും, സംരക്ഷണം പോകുന്നർത്ഥം. അപ്പോഴേ ദൈവത്തെ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ നേടുന്ന നേട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ വിളിച്ചു പറയാതിരുന്നാൽ സ്വാഭാവികമായിട്ട് സംരക്ഷണം പോകുമ്പോൾ എന്ത് പറ്റും, ആ അനുചിത പ്രവൃത്തികൾക്കും അധമവികാരങ്ങൾക്കും ഏൽപ്പിക്കപ്പെടും. അപ്പോൾ അനുചിത പ്രവൃത്തികൾക്കും അധമവികാരങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുക എന്ത് ചെയ്യണം, ദൈവത്തെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ മേഖലകളിലും ദൈവത്തെ അംഗീകരിക്കണം. അത് സംരക്ഷണത്തിൻ്റെ ഒരു ഫോർമുലയാണ്. ഇനിയെങ്കിലും ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും അതിൻ്റെ സെൽഫ് ക്രെഡിറ്റായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാതിരിക്കാനാണ് നല്ലത്. മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ ഒരു മഹത്വത്തിന്. ഞാൻ ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ഇഗ്നേഷ്യസ് ലയോളായും ഫ്രാൻസിസ് സേവറും കത്തുകൾ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ ഉപരിമഹത്വത്തിന്. അത് എഴുതിയിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുന്നത്. അതുപോലെ തന്നെയാണ് നീയുമെങ്കിൽ അത് നമുക്ക് വല്ലാത്തൊരു സംരക്ഷണം തരും. ഓക്കെ അല്ലേ? ജൂബി വർഗീസ്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 2022 സെപ്റ്റംബർ മാസം ഒരു രോഗമുണ്ടായി. അത് CSF ലീക്കിംഗ് എന്നാണ്. അതായത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഫ്ലൂയിഡ് മൂക്കിൽ കൂടി വരിക. ഒരു മൂക്കിൽ കൂടി വരുമായിരുന്നു. ഞാനിത് കണ്ടു കഴിഞ്ഞ് 2 ആഴ്ച ആയപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ CT സ്കാൻ ചെയ്തു, അതിലും മനസ്സിലായില്ല. CT സ്കാൻ ചെയ്തിട്ട് ഞാനിവിടെ എങ്ങനെയാണ്, എത്ര നാളായി, എങ്ങനെ വന്നുകൊണ്ടിരുന്നു, അതുമൂലമുണ്ടായിരുന്ന അസ്വസ്ഥതകൾ എന്തെല്ലാമാണ്? എനിക്കത് വരുമ്പോൾ ഭയങ്കര തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല നെറ്റി പൊട്ടി പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ തലയുടെ പുറകുഭാഗം ഭയങ്കര വേദന, നമുക്ക് തൊടാൻ പറ്റില്ല തല, അതുപോലെ വേദനയായിരിക്കും. ആ വേദന എടുത്തു കഴിഞ്ഞ് കുറേ നേരത്തേക്ക് കണ്ണീന്ന് തന്നെ, വേദന കൊണ്ട് കണ്ണീന്ന് തന്നെ വെള്ളം വരും, അതുപോലെ വേദനയാണ്. പിന്നെ ഹസ്ബൻഡും മോളും മെല്ലെ മെല്ലെ ഒന്ന് തൊട്ടാണ് അതൊന്ന്, എന്നാലും വേദന വിടില്ല. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വേദന ഒന്ന് വിടും. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ അത് നമ്മൾ കിടക്കുമ്പോൾ വീണ്ടും വരും. കിടക്കുക എന്നല്ല, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്ന് തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വരും വെള്ളം. അത് നമ്മുടെ തെളിനീര് വെള്ളമാണ് വരിക. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒന്നും കണ്ടില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ CT സ്കാൻ്റെ അതിന് റിസൾട്ട് അറിയാൻ ഞാൻ പോയപ്പോൾ അതിനകത്തൊന്നും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയത്. പക്ഷേ അതിലൊന്നും കണ്ടില്ല. ഡോക്ടർ പിന്നെ പറഞ്ഞു CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലി കൂടെ മരുന്ന് കുത്തിയിട്ടാണ് ചെയ്യണത്. നട്ടെല്ലി കൂടെ മരുന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുത്തൊന്നുമല്ല, 5-6 കുത്തു കിട്ടി. 5-6 കുത്ത്, ഓരോ കുത്തും ബ്ലഡ് വരിക. ഇതന്നെയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എന്ന് മാത്രം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചത്. മാതാവേ, ഒരു തുള്ളി മരുന്ന് എൻ്റെ തലയിൽ കയറരുത്, അത് തലയിൽ കയറിയാൽ മാത്രമേ അവർക്ക് സ്പോട്ട് അറിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ചെയ്യണത്. അത് ഒരു തുള്ളി പോലും, 6 കുത്തി തന്നെ ഒരു തുള്ളി പോലും മരുന്ന് എൻ്റെ തലയിൽ കയറിച്ചില്ല മാതാവ്. പിന്നെ അവിടെ നിന്ന് ഞാൻ വേദന കൊണ്ട് നടന്നു പോയ ആൾ സ്ട്രെച്ചറിൽ കിടന്നു വന്നു. എത്ര ഹോസ്പിറ്റലുകളിൽ പോയി? എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്? ഞാൻ ആദ്യം പോയത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ തന്നെയാണ് ഈ ഡോക്ടറൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് MRI ചെയ്തപ്പോഴും പിറ്റേ ദിവസം MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്തു.
അപ്പോൾ അതിൽ പറഞ്ഞു തലച്ചോറിനെ കവർ ചെയ്യുന്ന പാടയ്ക്ക് ചെറിയൊരു ഹോളുണ്ട്, അതിൽ നിന്നാണ് ഈ ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ ഒഴുകുന്നത്. അവിടെ നിന്ന് ആ ഡോക്ടറെ കണ്ടു. ഞങ്ങൾ തിരിച്ച് വന്നു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. 2 ദിവസം കഴിഞ്ഞു. ആ ഡോക്ടറെ തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. തല തുറന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മണം പോകും, ടേസ്റ്റ് പോകും, എനിക്ക് എന്ത് വേണമെങ്കിലും സൈഡ് എഫക്റ്റ് വരാം, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ എന്ത് വേണമെങ്കിൽ, ഞാൻ ചിലപ്പോൾ കിടപ്പിലായെന്ന് വരാം. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ തലയിൽ കത്തി തൊടാൻ അനുവദിക്കരുതേ മാതാവേന്ന്. അതുപോലെ തന്നെ മാതാവ് കത്തി തൊടാതെ തന്നെ അമ്മ പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും ഇതേ തന്നെ പറഞ്ഞത്, തല തുറന്നേ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. എന്നിട്ടും വീണ്ടും ഞങ്ങൾ പോയി കണ്ടു. അങ്ങനെ 5 ഡോക്ടർമാരെ കണ്ടു. വീടുകളിൽ കയറി ഡോക്ടറെ കണ്ട് 6ാമത്തെ ഡോക്ടറെ കണ്ടപ്പോൾ 6ാമത്തെ ഡോക്ടർ കാണിച്ചത് തന്നെ മാതാവാണ്. എൻ്റെ നാത്തു മുഖാന്തരമാണ് ആ ഡോക്ടറെ കാണാൻ പറഞ്ഞത്. ആ ഡോക്ടറെ കാണാൻ പോയി. ഉടമ്പടി എടുത്ത ശേഷമാണ് ഇതെല്ലാം. ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് തല തുറന്ന് ചെയ്യണ്ട, മൂക്കിൽ കൂടി ചെയ്യാവുന്ന ഒരു സർജറി ഉണ്ട്. മൂക്കിൽ കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ പറഞ്ഞു. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ കൂടി ചെയ്യുന്ന കാരണമാണ് സമയം എടുക്കുമെന്ന് പറഞ്ഞത്. ശരി, പക്ഷെ അതിനും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. പ്രൈവറ്റായിട്ട് ചെയ്യുന്നതിന്, തല തുറന്ന് ചെയ്യണതിന് 5-6 ലക്ഷം രൂപ വരും. പക്ഷെ മൂക്കിൽ കൂടി ചെയ്യുന്നതിന് ഞങ്ങളോട് പറഞ്ഞത് 30,000 രൂപ, ഓപ്പറേഷൻ്റെ മാത്രം 30,000 രൂപ. പക്ഷേ 500 രൂപ ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷന് എന്ത് ചെയ്യണമെന്നറിയാതെ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നാത്തൂനും കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഡേറ്റ് എടുത്തോ, ഞങ്ങളുണ്ട് കൂടെ. മാതാവ് അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. പിറ്റേ ആഴ്ച അഡ്മിറ്റായി. നവംബർ 28-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കിടന്നപ്പോൾ എൻ്റെ അമ്മേനെ ഞാൻ കണ്ടു. എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് കാണിച്ചു തന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട് മകളെ, നീ ഭയപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും. കുറച്ച് പേടിയോടുകൂടിയാണ് ഞാൻ ഓപ്പറേഷന് പോയത്. ഏതാണെന്ന് അറിയില്ല. പക്ഷേ ആരോടും ഞാൻ പറഞ്ഞില്ല. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പേടിയുണ്ട് പറഞ്ഞു. മാതാവ് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട മകളെ, നീ ധൈര്യമായി പൊക്കോ, നിൻ്റെ കൂടെ ഞാനുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഉള്ളിൽ എൻ്റെ മാതാവിനെ ഞാൻ കാണുന്നുണ്ട്. 2 തിരിയും കത്തിച്ച് മാതാവ് എന്നെ കൂടെ നിന്ന്, ആ ഡോക്ടർ കൂടെ നിന്ന് സർജറി ചെയ്ത് വിജയിപ്പിച്ചു തന്നു. സർജറി കഴിഞ്ഞു. അന്ന് മുതൽ എനിക്ക് തലയിലത്തെ വേദനയൊക്കെ വിട്ടു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം എന്നെ ICU മാറ്റി. ICUയിൽ വെറുതെ കൊണ്ട് കിടത്തി. എനിക്കൊരു കുഴപ്പം വെച്ചാൽ ഞാൻ നോർമലായി. ICU മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഓരോരുത്തരും എനിക്ക് വേണ്ടിയിട്ട് മാതാവ് ഓരോരുത്തരെയും നിയോഗിച്ചിരിക്കുകയായിരുന്നു. അവിടെ പൈസ ഇല്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബില്ലടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൈസ ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. ഒന്നും പേടിക്കണ്ട. ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോള് എനിക്ക് ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് എനിക്ക് തരുമായിരുന്നു, തൈലം തേച്ച് തരുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് റിക്കവറായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നിനും സംസാരിക്കാനും എടുക്കാനും പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോഴാണെങ്കിലും തലകറക്കം വരും, മെല്ലെ നടക്കണം. എനിക്കും ഒരു കുഴപ്പമില്ല. ഞാൻ നടന്നു, ഞാൻ സ്പീഡിൽ നടന്നു. ബാത്റൂമിൽ പോകാനാണെങ്കിലും എല്ലാത്തിനും എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാത്തിനും ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിലെ മാതാവ്. ഞാൻ വരുന്നത് വരെ എൻ്റെ അമ്മ ഓരോ മാസം ചെക്കപ്പിന് പോകുമ്പോഴാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറയും ഇനിയിപ്പോൾ വരണ്ട, കുഴപ്പമില്ല, 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി. ഒരു കുഴപ്പവും കൂടാതെ അമ്മ എൻ്റെ ആ ഓപ്പറേഷൻ വിജയിപ്പിച്ച് തന്നു. അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്കത് നടത്തി തന്നത്, അതിന് അമ്മയ്ക്ക് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. രണ്ടാമത് എനിക്ക് 1.5 വയസ്സുള്ളൊരു മോളുണ്ട്. ആ മോൾക്ക് സ്വിച്ചിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ ഒറ്റ കരച്ചിൽ നിന്ന് പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് മേലെ ആസകലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. 3 പ്രാവശ്യം ചൊല്ലി തീർന്നില്ല. അതിനു മുമ്പ് അവൾ അമ്മയെന്ന് വിളിച്ചു. എഴുന്നേറ്റ് മടിയിൽ നിന്ന് ഇറങ്ങി നടന്നു. ഒരു കുഴപ്പമില്ല ഇപ്പോൾ അവൾക്ക്. അടുത്തത് ഹസ്ബൻഡിന് ഡിസംബർ 25-ാം തീയതി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആൾ ബൈക്കിന് പോകുമായിരുന്നു. ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ചതാണ് മണ്ണുത്തിയിൽ വെച്ചിട്ട്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും, ഇടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പോയി എന്ന് പറയുള്ളൂ. അതുപോലുള്ള ഇടിയായിരുന്നു. പക്ഷേ മാതാവ്
ഉടമ്പടി എടുത്ത കാരനാണ്. അമ്മ കൂടെ വരുന്നുള്ളത് ഇതിന് തെളിവാണ്. മകൻ ആൾക്ക് ഒരു കുഴപ്പവും കൂടാതെ കാലിൻ്റെ മുട്ടിനും കൈയുടെ ഇവിടെ മാത്രം തൊലി പോയി, വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. എല്ലാത്തിനും അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഇനിയും എൻ്റെ കൂടെ ഉണ്ടാകും. അമ്മയ്ക്കും ഈശോപ്പച്ചനും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഡെൽന ഡിൽജിൻ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 15, 2022 ഞാൻ 2 വർഷം മുമ്പ്, അതായത് കൊറോണ കഴിഞ്ഞ സമയം മുതൽ ഞാൻ IELTS പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് UK സ്റ്റുഡൻറ്റ് വിസയിൽ പോയി അവിടെ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ 2 വർഷമായിട്ട് ഞാൻ IELTS പഠിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു എക്സാം പോലും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡേറ്റ് ഒക്കെ എടുക്കാൻ നോക്കും, പക്ഷേ എന്തെങ്കിലും തടസ്സം വന്ന് എല്ലാം അങ്ങ് മുടങ്ങി പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് 15, 2022 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും IELTS പഠിക്കാൻ തുടങ്ങി. ഒക്ടോബർ മാസം ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി കഴിഞ്ഞപ്പം ഞാൻ അതിനു മുമ്പ് പല ഏജൻസിക്കാരെ വിളിക്കുമായിരുന്നു എനിക്കിങ്ങനെ UK പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഏജൻസിക്കാരും എൻ്റെ പ്രൊഫൈൽ എടുക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ഡിഫൻസിനെ വെച്ച് കൊണ്ടുപോകാൻ നോക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കാൻ. കാരണം അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അവർക്കറിയത്തില്ല. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അവരെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനൊരു ഏജൻസിക്കാരെ കോൺടാക്ട് ചെയ്യുകയും അവരെൻ്റെ പ്രൊഫൈൽ എടുക്കാമെന്ന് പറയുകയും അവർ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർ 3-4 യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റെ ആപ്ലിക്കേഷനൊക്കെ അയച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഹൈദരാബാദായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴാണേലും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും പത്രം വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കൃപാസന പത്രം എന്താ ചെയ്ത് പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു. വീടുകൾ കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ. എനിക്കവിടെ ഹൈദരാബാദ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് 2 യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ആപ്ലിക്കേഷൻ എൻ്റെ എടുത്ത് സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഡേറ്റും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു. ഞങ്ങൾ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് വന്ന സമയം ആയപ്പോഴത്തേക്കും ഇവർ ഫസ്റ്റ് ഡെഡ് ലൈൻ തന്ന ഡേറ്റ് നവംബർ 11 ഈ നവംബർ 11 മുമ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഡെഡ് ലൈൻ അങ്ങ് ക്ലോസ് ചെയ്തു. അവർ പറഞ്ഞു നവംബർ 11 മുമ്പ് അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നവംബർ 11 ആയപ്പോഴത്തേക്കും ക്യാഷ് റെഡിയായി വന്നപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്തുകൊണ്ട് എനിക്ക് ആ യൂണിവേഴ്സിറ്റി ആ സമയത്ത് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ മാതാവ് എന്നെ കൈവിടുവാണോ, ഞാൻ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കിട്ടാത്തതെന്നൊക്കെ ഓർത്തിരുന്ന് എൻ്റെ ഉടമ്പടി എന്തായാലും നവംബർ 15 എൻ്റെ ഉടമ്പടി തീരും. എനിക്ക് ഉടമ്പടി തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഈ വർഷമെങ്കിലും കയറിപ്പോയില്ലെങ്കിൽ എനിക്ക് ഒരു മാർഗവും ഇല്ല. കാരണം UK അവർ നിയമങ്ങളൊക്കെ കർശനമാക്കിക്കൊണ്ട് വരുന്നു. ഡിഫൻസിനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവർക്ക് നിയമങ്ങൾ മാറുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ പല ദിവസവും രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നവംബർ 1 നവംബർ 15 എൻ്റെ ഉടമ്പടി തീരുന്നു. നവംബർ 1 ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു അത്ഭുതം മാതാവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഞാൻ UK ഒരു ജോബ് വിസയ്ക്ക് പോകണമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ സ്റ്റുഡൻറ്റ് വിസ എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നവംബർ 1 എന്നെ ഒരു ഏജൻസിക്കാർ വിളിക്കുന്നു. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് എൻ്റെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് എനിക്ക് UK ജോബ് വിസയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഏജൻസിക്കാർ ഇങ്ങോട്ട് പറയുകയും ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ആ ജോലി ഏറ്റവും അനുയോജ്യമാണെന്ന് കാണുകയും ഞാൻ പലരോട് അന്വേഷിച്ചു. UK വർക്ക് ചെയ്യുന്നവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് ഏറ്റവും നല്ല വിസയാണ്, ഇനി സ്റ്റുഡൻറ്റ് വിസ എന്നുള്ള വിഷയം അങ്ങ് വിട്ടേര്, ജോബ് വിസയ്ക്ക് കയറി പോരാൻ പറ്റിയ അതായിരിക്കും നല്ലതെന്ന് പറയുകയും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് എൻ്റെ ഫാമിലീനെയും ഹസ്ബൻഡിനെയും കൊച്ചിനെയും ഈ കൂടെ തന്നെ കൊണ്ടുപോയി എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോയി അവർക്കും അവിടെ ഹസ്ബൻഡിന് അവിടെ ജോലി ചെയ്യാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ഈ വിസയിൽ ഏജൻസിക്കാർ തരികയും അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് മാതാവ് ഏറ്റവും വലിയ അനുഗ്രഹം, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിത സ്വപ്നം പോലും കാണാത്ത അത്രയും സാലറിയിൽ എനിക്ക് മാതാവ് എനിക്കൊരു ജോലി അവിടെ നേടിത്തന്നു. ഇത് ജോലിയെല്ലാം കിട്ടി. ഇതെല്ലാം കഴിയുമ്പോൾ എനിക്കൊരു പേപ്പർ വരാനുണ്ട്. അത് ഒറ്റ പേപ്പറും കൂടി വന്നാൽ എനിക്ക് UK പോകാം. ആ പേപ്പർ വരാൻ ഇച്ചിരി താമസമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 22 ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട്, നാളെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പേപ്പറും കൂടി ഒന്ന് മാതാവ് വരുത്തി തരണം. ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഏജൻസിയിൽ നിന്ന് കോള് വരണം, എനിക്ക് ആ പേപ്പറും കൂടി കിട്ടി എന്നുള്ള കോള് വരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ഇവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു.
22-ാം തീയതി വൈകുന്നേരം 10:03 എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് വന്ന ലാസ്റ്റ് ഉള്ള പേപ്പറും കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട്, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഏതൊരു പറ്റിക്കലൊന്നുമല്ല, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് UK ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് അവസാനമായിട്ട് ആ കോളും കൂടി വന്നു. അതോടുകൂടി ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ഈ വലിയൊരു അനുഗ്രഹം ഞാൻ ഒരു കാലത്ത് മറക്കുകയില്ല. കാരണം എനിക്ക് അത്രയ്ക്കും ആഗ്രഹമായിരുന്നു പുറത്തു പോകണം, എൻ്റെ കുടുംബത്തെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോയി സെറ്റിൽ ആവണം എന്നൊക്കെ ഉള്ളത്. അത് മാതാവ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും കൃപാസനം പ്രസാദപര മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ജോലിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം സീനിയർ കെയർ വിസയാണ് കിട്ടിയേക്കുന്നത്. നല്ല ജോലിയാണ്. എനിക്ക് കിട്ടിയേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലിവിങ് കോസ്റ്റ് ഏറ്റവും കുറവുള്ളൊരു സ്ഥലമാണ്. അടുത്ത് തന്നെ പള്ളി, കൊച്ചിനെ പഠിപ്പിക്കാൻ സ്കൂള്, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് എനിക്ക് മാതാവ് ഈ അനുഗ്രഹം തന്നിരിക്കുന്നത്. 5 വർഷത്തിന് ശേഷം എനിക്ക് PR അപേക്ഷിക്കാന്നുള്ളൊരു ഇതും കൂടി ഇതിനകത്ത് തന്നിട്ടുണ്ട്. എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ മുണ്ടക്കയം പ്രദേശത്ത് നിന്ന് കൂട്ടിക്കൽ ഇടവകയിൽ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് 25 വർഷമായിട്ട് ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒക്ടോബർ 18-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഡിസംബർ 23-ാം തീയതി പള്ളി വക എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ശരിയാവുകയും വീടിന് വേണ്ടി ഞങ്ങൾ കുറേ അതിലെതിലെയൊക്കെ പലരോടും അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പള്ളി വകയിൽ നിന്നും ആദ്യം ഞങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഇതിൽ വീട് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അന്വേഷണമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൽ വീട് പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ പുറകോട്ടാക്കി മാറ്റിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് കൊണ്ടാണ് വീണ്ടും പള്ളിവക ഇടപെട്ട് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ അവർ വീണ്ടും ചെയ്തു തന്നത്. 18-ാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും. ഡിസംബർ 23-ാം തീയതി വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്നിടുകയും ഫെബ്രുവരി 18-ാം തീയതി ഞങ്ങൾക്ക് കയറി താമസം നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് മൈഗ്രെയിൻ എന്ന തലവേദന, കൂടിയ തലവേദന എപ്പോഴും വരുമായിരുന്നു. ഒരു ശകലം വെയിൽ കൊള്ളാനോ യാത്ര ചെയ്യാനോ ഉറക്ക വിളയ്ക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥ. 10 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതാണത്. എൻ്റെ 4ാമത്തെ കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന സമയം മുതൽ എനിക്ക് തുടങ്ങിയതാണ്. അത് തലവേദന വന്നാൽ എൻ്റെ ഞരമ്പെല്ലാം ഇവിടെ ഇങ്ങനെ തടിച്ച് ഈ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പോകുന്ന വേദനയായിരിക്കും. ഞാൻ തലയൊക്കെ ഇടിച്ചിട്ടുണ്ട്. അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് പോലും ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. എന്നിട്ട് ഞാനിവിടെ ജപമാല റാലി പങ്കെടുക്കാനായിട്ടും വന്നായിരുന്നു. കൃപാസനത്തിൽ നിന്നും നമ്മുടെ അർത്തുങ്കപ്പള്ളിയിലേക്കുള്ള നടന്നുള്ള ജപമാല റാലിയിൽ ഞാൻ ആ വെയിലും കൊണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഈ തലവേദനയുടെ കാര്യമൊന്നും ഓർത്തതേ ഇല്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് എനിക്കിപ്പോൾ തലവേദന ഇല്ലല്ലോ എന്ന്. ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമല്ല ഈ തലവേദന കാര്യം. അതുകൊണ്ട് ഞാനതൊന്നും ഓർത്തുമില്ല. അത് കഴിഞ്ഞ് ഈ വെയിൽ കൊണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വീട്ടിൽ വരുമ്പോൾ തലവേദനയായിരിക്കും, ക്ഷീണമായിരിക്കുമല്ലോ, കെട്ടിയും വഴക്ക് പറയുമല്ലോ എന്നൊക്കെ ഓർത്തു. പുള്ളിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളും കൂടെയാണ്. അപ്പോൾ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ തലവേദന ഇല്ലെന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ കണ്ണെല്ലാം അടഞ്ഞ് കണ്ണൊക്കെ കിറങ്ങിയായിരിക്കും, കണ്ണൊക്കെ ചുമന്ന്. അന്ന് ഞാൻ നല്ല ഉഷാറായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കാലിൽ വെരിക്കോസിന് പ്രശ്നമുള്ളതാണ്. കുറച്ച് ദൂരം പള്ളിയിലോട്ട് പോലും ഞാനൊന്ന് നടന്നു പോയിട്ടുണ്ടെങ്കിൽ കാല് നീര് വെക്കും, ഞരമ്പ് വല്ലാതെ ഉരുണ്ട് തടിച്ച് വീർത്ത് വരും. എനിക്ക് ഈ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല സ്പീഡിൽ പറക്കുകയായിരുന്നു എൻ്റെ ഈ കാലും കൊണ്ട്. ഞാൻ നടന്ന ദൂരം പോലും ഞാൻ അറിഞ്ഞില്ല. ഒരു വേദനയോ നീരോ ഒന്നും വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കാലിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നടന്ന കാലാന്ന് പോലും പറയില്ല. അതുപോലെ എൻ്റെ കാലിനൊരു വേദനയില്ലാതെ മാതാവിനെ എടുത്ത് പറപ്പിക്കുമായിരുന്നു പള്ളിയിലോട്ട്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല അവിടം വരെ എത്തിയത് എങ്ങനെയെന്ന്. വെരിക്കോസ് എൻ്റെ 2ാമത്തെ മകളെ ഗർഭിണിയായപ്പോൾ മുതലുള്ളതാണ്. അവൾക്കിപ്പോൾ 18 വയസ്സായി. 18 വർഷമായിട്ട് ഈ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുള്ളതായിരുന്നു. പിന്നെ എനിക്ക് ഈ മാതാവിനെ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിനകത്ത് 4-5 വർഷം മുമ്പ് ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ കണ്ടു. ആ സമയത്ത് ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് ഒത്തിരി മാതാവ് അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള ഓരോ ഇതല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എനിക്കിത് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മാതാവിന് വേറെ പണിയൊന്നുമില്ല, ഇത് ചുമ്മാ മനുഷ്യർ പറയുന്നതെന്നേ ഞാൻ കരുതിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് വീടിൻ്റെ വിഷമം വന്നപ്പം ഞാൻ ഈ യൂട്യൂബിനകത്ത് ഓരോ ലിങ്ക് തപ്പുമായിരുന്നു.
ഓരോ ആതിരാലയങ്ങളൊക്കെ വീടുകൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തപ്പി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനം ഇങ്ങനെ കാണുന്നത്. മാതാവിൻ്റെ ഫോട്ടോ വീണ്ടും ഞാൻ കാണുവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ ഇതൊന്ന് നോക്കിയേക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് എനിക്ക് പിന്നെ ജപമാല ഈ സമ്പൂർണ്ണ ജപമാലയൊക്കെ ഞാൻ അതിനകത്ത് കണ്ടു. പിന്നെ ഞാൻ ഓരോ ജോലിയും ചെയ്യുമ്പോൾ ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് സമ്പൂർണ്ണ ജപമാല റാലി ഒരാഴ്ചയോളം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം പിന്നെ എനിക്കങ്ങോട്ട് ഇവിടെ വരണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. എന്നെ ആരും പ്രേരിപ്പിക്കുന്നത് പോലെയായിരുന്നു. ഒരു ദിവസം രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. അത് എന്നെ ആരും ഇതുപോലെ അങ്ങനെ വിളിച്ചിട്ടില്ല. നല്ല കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരമുള്ളൊരു സ്വരത്തിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നെ ആരും ഇത്രയും വെളുപ്പിനെ വന്ന് ഇവിടെ വിളിക്കാൻ, അങ്ങനെ അയലോക്കത്തൊന്നും ആരും വന്ന് വിളിക്കാനൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്നെ ആരെ വിളിക്കുന്നത്, പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്നെ ഇങ്ങനെ വെളുപ്പിനെ ആരോ വന്ന് വിളിച്ചു. അപ്പോഴേ ചേച്ചി പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നിന്നെ മാതാവാണ് വിളിച്ചത്, നീ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. നീ പോകണം, പോയി ഉടമ്പടി എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഈശോയും അമ്മയും എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു.